4 തരത്തിലുള്ള കാറ്റുകൾ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കൊടുങ്കാറ്റടിക്കുന്നത് പോലത്തെ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പൊ ബൈബിളും പലപ്പോഴും പ്രശ്നത്തെയും കൊടുങ്കാറ്റിനെയും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. പല കൊടുങ്കാറ്റുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഒരാൾക്ക് കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ കരയുക, പ്രാർത്ഥിക്കുക, എങ്ങനെയും ഈ കൊടുങ്കാറ്റൊന്ന് നിൽക്കണം. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ അതിനകത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ഒരു വ്യക്തിക്ക് സെക്യൂരിറ്റി ഇല്ല, പ്രൊട്ടക്ഷൻ ഇല്ല, ഒരു വ്യക്തിക്ക് ഭദ്രതയില്ല, പേടിയാണ്. ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും ആഞ്ഞടിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് അടിക്കുന്ന പോലത്തെ അനുഭവമാണ്. ഞങ്ങൾക്ക് എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കൂടെ എന്തുകൊണ്ടാണ് ഒരു കാറ്റ് വരുന്നത് എന്ന് ഒരു ആത്മീകന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് ഏറ്റവും വലിയ സങ്കടം ആത്മീക തിരിച്ചറിവും ആത്മീക പക്വതയും ഇല്ലാത്തത് കൊണ്ട് കാറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്, കാറ്റടിക്കുന്നതിന്റെ ഉദ്ദേശം എന്നാ, എങ്ങനെയായിരിക്കും ഈ കാറ്റ് മാറുന്നത് എന്നുള്ളത് ആത്മീകമായി വിവേചിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് പലരുടെയും ജീവിതത്തിലെ കാറ്റ് ശമനമാകുന്നില്ല. ഇന്നും ആ രോഗക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, ഇന്നും ആ സാമ്പത്തിക നഷ്ടം നടന്നുകൊണ്ടിരിക്കുക, ഇന്നും ആ വീട്ടിലെ അലോഹ്യം നടന്നുകൊണ്ടിരിക്കുക, ഇന്നും ആ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുക, ഇന്നും മക്കളുടെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുക, ഇന്നും ആ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ്. ഒരടി മുന്നോട്ട് പോകുമ്പോൾ 2 അടി പുറകോട്ട് പോകുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ ഒരു കാറ്റ്, ഒരു കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ 4 തരത്തിലുള്ള കാറ്റുകളുണ്ട് ജീവിതത്തിൽ. അതിൽ കൂടുതൽ വേണേ ബൈബിളിൽ കാണുമായിരിക്കും, ഒത്തിരി എടുത്തിട്ട് കാര്യമില്ല. ഈ 4 എണ്ണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലായാൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും കാറ്റ് മാറാൻ പ്രാർത്ഥിക്കുക. ചില കാറ്റുകൾ പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. അതിനാദ്യം മനസ്സിലാക്കണം, ഈ കാറ്റ് എന്തിനു വരുന്നു, എവിടുന്ന് വരുന്നു, എന്തുകൊണ്ട് വരുന്നു. 4 തരത്തിലുള്ള കാറ്റുകളുണ്ട്. പ്രാർത്ഥിച്ചാൽ മാറുന്ന കാറ്റുകളുണ്ട്, ശ്വാസിച്ചാൽ മാറുന്ന കാറ്റുകളുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ 4 തരത്തിലുള്ള കാറ്റുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ആദ്യത്തെ കാറ്റ് വഴി തെറ്റിയത് നിമിത്തം വരുന്ന കാറ്റ്. അപ്പുറത്തുള്ളവരൊന്ന് കൈ കൊടുത്ത് പറഞ്ഞ്, വഴി തെറ്റുന്നത് നിമിത്തം വരുന്ന കാറ്റ്. ആദ്യത്തെ കാറ്റ് വഴി തെറ്റിയത് നിമിത്തം വരുന്ന കാറ്റ്. ഒന്ന് പറഞ്ഞേ, വഴി തെറ്റിയത് നിമിത്തം വരുന്ന കാറ്റ്. നമുക്കൊരു വാക്യം വായിക്കാം. യോനയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യോനയോട് ദൈവം നിനവയ്ക്ക് പോകാൻ പറഞ്ഞു. യോന തർശീശിലോട്ട് പോയി. അപ്പോൾ അവിടെ ബൈബിൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. യോനയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. ഒരു പെരുങ്കാറ്റ് ആ സമുദ്രത്തിൽ അടിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽ തകർന്നു പോകുന്ന ലെവലിൽ സമുദ്രത്തിൽ ഒരു വലിയ കോളുണ്ടായി. അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. 5-ാമത്തെ വാക്യം വായിച്ചു. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന്റെ ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. ഈ ചരക്കിനെല്ലാം വലിയ വില കൊടുത്ത് കയറ്റിയിരിക്കുന്ന ചരക്ക, വലിയ വലിയ എക്സ്പോർട്ടായി പോകുന്ന സാധനങ്ങളാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ വളരെ വിലപ്പെട്ട ചരക്ക് മുഴുവൻ ഇപ്പോൾ ഈ കൊടുങ്കാറ്റ് നിമിത്തം അവരെടുത്ത് കടലിലോട്ട് കളയുക എന്ന് വെച്ചാൽ അത്രയും നാശനഷ്ടം ഉണ്ടാക്കുക. ആ കാറ്റ് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാകുക. എന്നാൽ ഇപ്പൊ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, ആ ഷിപ്പയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക, ഈ കാറ്റ്
എങ്ങനെയും ഒന്ന് നിൽക്കണമേ എന്ന്. ഇന്ന് ലോകത്തിൽ ആത്മീക ഗോളത്തിൽ പ്രത്യേകിച്ച് കാറ്റ് നിൽക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ ഓടുന്നത്. എൻ്റെ ജീവിതത്തിലെ കാറ്റ് എങ്ങനെയും നിൽക്കണം, എൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റ് എങ്ങനെയും നിൽക്കണം. ഇവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ല, അപ്പുറത്ത് പോയി പ്രാർത്ഥിക്കാം. അവിടെ പോയിട്ട് ശരിയായില്ല, ഇപ്പുറത്ത് പോയി പ്രാർത്ഥിക്കാം. എന്നാൽ ഇന്ന് പകൽ ആദ്യത്തെ ഒരു തരം കാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വഴി തെറ്റുമ്പോൾ ഉണ്ടാകുന്ന കാറ്റ്. അവിടെയുള്ള ആർക്കും മനസ്സിലായില്ല യോന എന്ന ഒരു പുള്ളി വഴി തെറ്റിയത് കൊണ്ടാണ് ഈ കാറ്റ് വന്നിരിക്കുന്നത്. എപ്പോഴും ദൈവമക്കൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവവചനം പറയുന്നത് അനുസരിച്ച് അല്ലാതെ ഞാൻ എൻ്റെ ജീവിതം വഴി തെറ്റുമ്പോൾ, അല്ലെങ്കിൽ അപ്പൻ എന്നോട് പറയുന്ന വഴി വിട്ട് ഞാൻ വേറൊരു വഴിയിലോട്ട് പോകുമ്പോൾ ചില കാറ്റ് വരും. ആ കാറ്റ് നാട്ടിലുള്ള ഏത് വ്യക്തി പ്രാർത്ഥിച്ചാലും നിൽക്കത്തില്ല. ആ കാറ്റ് വഴി തെറ്റിയവൻ വഴി തിരുത്തിയാലേ ആ കാറ്റ് നിൽക്കത്തുള്ളൂ. അതിനിപ്പം ദൈവം ആ കാറ്റ് നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ എന്താ ഒരു ആമ്യം വന്നിരുന്നേനെ. പക്ഷേ ദൈവം കാറ്റ് നിർത്തിയില്ല. വഴി, അതാ ഞാൻ പറഞ്ഞ വഴി തെറ്റിയത് നിമിത്തം ഉണ്ടാകുന്ന കാറ്റുകൾ, വഴി തെറ്റിയത് നിമിത്തം ഉണ്ടാകുന്ന കാറ്റുകൾ എൻ്റെ വഴി ശരിയായാലേ നിൽക്കത്തുള്ളൂ. തർശീശിലോട്ട് പോകുന്ന യോന തിരിച്ച് നിനവയിലോട്ട് തിരിയാത്തിടത്തോളം കാലം കപ്പലിലുള്ള എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും, എത്രയെല്ലാം ആർത്തു വിളിച്ചാലും, എത്ര വലിയ ദൈവദാസൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാലും ആ കാറ്റ് നിൽക്കത്തില്ല. ബിക്കോസ് ആ കാറ്റ് വന്നത് തന്നെ വഴി തെറ്റിയത് കൊണ്ട് വന്ന കാറ്റ്. ആ കാറ്റ് ഒരിക്കലും വഴി തിരിയാത്തിടത്തോളം മാറത്തില്ല. അതുകൊണ്ടാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യോനയുടെ പുസ്തകം അതേ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമെങ്കിൽ അവിടെ മനുഷ്യർ ഒത്തിരി സഹായിക്കാൻ നോക്കി. യോനയാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് പിടികിട്ടി. ചീട്ടിട്ടപ്പോൾ യോനയുടെ പേര് വന്നു. പക്ഷെ അവിടെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. എന്നാൽ അവർ കരയ്ക്കടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു. അപ്പൊ യോനയാണ് ഇതിന്റെ കാരണക്കാരൻ എന്നുള്ളത് അവർക്ക് പിടികിട്ടി. പക്ഷെ ഇപ്പൊ അവർ യോനയെ സഹായിക്കാൻ നോക്കുക. യോനയെ എങ്ങനെയും ഒന്ന് സഹായിക്കാൻ നോക്കുക. ആരാ? കപ്പലിലുള്ള മുഴുവൻ പേരും യോനയെ സഹായിക്കാൻ നോക്കുക. എങ്ങനെയാ? എങ്ങനെയെങ്കിലും കരയ്ക്ക് ഈ കപ്പലൊന്ന് അടുപ്പിച്ച് ഈ പ്രശ്നം നമുക്കൊന്ന് യോനായ്ക്ക് തീർത്തു കൊടുക്കാം. പക്ഷെ വചനം പറയുക, വായിച്ചേ. എങ്കിലും സമുദ്രം കോപിച്ചു കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. എങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്കത് സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എന്റെ വഴി തെറ്റി ഞാൻ വേറൊരു വഴിയിൽ പോകുമ്പോൾ ലോകത്ത് ആരെല്ലാം എന്നെ സഹായിക്കാൻ നോക്കിയാലും അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല. ആ കോള് നിൽക്കത്തില്ല. ബിക്കോസ് ആ വഴി, അതുകൊണ്ടാ ചിലരുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ അതന്നെ നിങ്ങൾക്കങ്ങ് പ്രാർത്ഥിച്ചങ്ങ് ശരിയാക്കിക്കൂടെ? ഇല്ല. ഞാൻ വഴി തെറ്റിയത് നിമിത്തം ഉണ്ടായ കാറ്റ്, അത് എന്റെ വഴി തിരിയുമ്പോൾ മാത്രമേ ശരിയാകത്തുള്ളൂ. ചില കാറ്റുകൾ പ്രാർത്ഥിച്ചാൽ മാറും, ചില കാറ്റുകൾ വഴി തിരിഞ്ഞാലേ മാറത്തുള്ളൂ. ചില കാറ്റുകളുടെ ഉദ്ദേശം നീ പ്രാർത്ഥിക്കാനായിരിക്കും, ചില കാറ്റുകളുടെ ഉദ്ദേശം നിന്നെ മാനസാന്തരപ്പെടുത്താനായിരിക്കും. നിന്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രശ്നത്തിലേക്ക് നീ കടക്കാതെ ഇരിക്കാനാ ചില കാറ്റുകൾ വരും. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാറ്റടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ശരീരത്തിലെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് പ്രാർത്ഥിച്ചാൽ മാറേണ്ട കാറ്റായിരിക്കത്തില്ല. ഞാൻ ഇന്ന് അടുത്ത കാറ്റുകൾ പറയുമ്പോൾ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് പിടികിട്ടും. ആദ്യത്തെ കാറ്റാണ് വഴി തെറ്റുന്നത് നിമിത്തം ഉണ്ടാകുന്ന കാറ്റ്. യോനയുടെ
അതേ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. നോക്കിയ യോന മാനസാന്തരപ്പെട്ട ഉടനെ വഴി അവിടെ അപ്പൻ ഒരുക്കി. യോനയെ പിടിച്ച് കടലിലോട്ട് ഇടാൻ പറഞ്ഞു. കാറ്റ് നിന്നു. പക്ഷെ യോനയ്ക്ക് നാശം ഉണ്ടായില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിക്കാണും, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിക്കാണും. അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകത്തില്ല. നിങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്ന് ഞാൻ പറയാം, ദൈവദാസനായി പറയാം, യേശുവാണോ നിന്റെ കർത്താവ്? യേശുവിനെ നീ സ്വീകരിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് നിന്നെ അവൻ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. പക്ഷെ അവിടെ കിടന്ന് ഉഴലരുത്, കണ്ണ് കാണാത്ത പോലെ നടിക്കരുത്, ആരും കാണുന്നില്ല എന്ന് ചിന്തിക്കരുത്. പൂച്ച കണ്ണടച്ചിട്ട് പാല് കുടിക്കുമ്പോൾ ലോകം ഇരുണ്ടു എന്ന് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അത് തെറ്റിയ വഴിയാണെന്ന് നിനക്ക് അറിയാമെങ്കിൽ, വചനം നിന്നോട് ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഉഴലരുത്. അതിൽ നിന്ന് മാനസാന്തരപ്പെടാനായിട്ട് അപ്പനോട് പറയണം, അപ്പ എനിക്കൊരു മാനസാന്തരപ്പെടണം. ദൈവവചനത്തോട് കാഠിന്യം കാണിക്കരുത്. ഒരു ദൈവ പൈതൽ പ്രയാസപ്പെടുന്നതും ഉഴലുന്നതും എവിടെയാണെന്ന് ഞാൻ പറയാം. തെറ്റ് പറ്റിയത് കൊണ്ടല്ല, തെറ്റിൽ നിന്ന് മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. ഒരു തെറ്റ് പറ്റിയത് കൊണ്ടോ ഒരു അബദ്ധം പറ്റിയത് കൊണ്ടോ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ നശിച്ചു പോകത്തില്ല. തോസുട്ടി ബ്രദറാ പറയുന്നേ, അങ്ങനെ നശിക്കണമായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഞാനായിരുന്നു നശിക്കേണ്ടത്. അബദ്ധങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു ഞാൻ, തെറ്റുകളുടെ ഒരു കൂമ്പാരമായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് എന്റെ ജീവിത അനുഭവം കൊണ്ടറിയാം, തെറ്റിയത് കൊണ്ടോ വീഴ്ച വന്നത് കൊണ്ടോ ഇട്ടിട്ട് പോകുന്ന ഒരു അപ്പനല്ല. മാനസാന്തരപ്പെട്ടാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു നല്ല അപ്പൻ നിനക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, കൊടുങ്കാറ്റ കൊടുങ്കാറ്റ എന്ന് പറഞ്ഞ് നാട്ടുകാരോട് പറയുന്ന നിറ്റിട്ട് നിനക്ക് വഴി തെറ്റിയത് നിമിത്തം ആ കാറ്റ് വന്നെന്ന് നിനക്ക് ബോധമുണ്ടെങ്കിൽ വഴി തിരിയുക, വഴി തിരിയുക. ചേഞ്ച് യുവർ വേസ്. എപ്പോൾ യോനയ്ക്ക് ആ മാനസാന്തരം ഉണ്ടായോ, അപ്പോൾ തന്നെ ദൈവം അവിടെ ഒരു മത്സ്യത്തെ ഒരുക്കി. അവൻ ഒരു നാശവും വരാം. ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറയാം, മാനസാന്തരപ്പെടുന്ന ഒറ്റ കുഞ്ഞു പോലും നഷ്ടപ്പെടാൻ എന്റെ അപ്പൻ സമ്മതിക്കത്തില്ല, എന്റെ അപ്പൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാവിലെ അവൻ നിന്നോട് ഇടപെടുന്നുണ്ടെങ്കിൽ, നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയം കഠിനപ്പെടുത്തരുത്, ഹൃദയം കഠിനപ്പെടുത്തരുത്. അയ്യോ, സമുദ്രം എന്നെ വിഴുങ്ങുമോ? വിഴുങ്ങത്തില്ല. നിനക്ക് വേണ്ടി അവൻ ഒരു മീൻ ഒരുക്കും. യോ ബ്രദറെ, എന്റെ പ്രശ്നം വലിയ സമുദ്രം പോലെ കിടക്ക. സാരയില്ല, മാനസാന്തരപ്പെട്ട നീ ചാടുന്നെങ്കിൽ നീ ആ കടലിൽ മുങ്ങത്തില്ല. നിനക്ക് വേണ്ടി അവൻ ഒരു മീൻ ഒരുക്കും. നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് അവൻ കൊണ്ട് എത്തിക്കും. നിനക്ക് ഒരനർത്ഥവും വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. പക്ഷേ മാനസാന്തരപ്പെടാൻ കഠിനപ്പെടും തോറും ആ കപ്പലിലുള്ള മുഴുവൻ പേരും യോനായെ സഹായിക്കാൻ നോക്കിയിട്ടും അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല. ഇന്ന് ജീവിതത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? സാമ്പത്തികമായി, ആരോഗ്യ മേഖലയിൽ, കുടുംബ ജീവിതത്തിൽ. ചെക്ക് അപ്പ് യുവർ ലൈഫ്. ജീവിതത്തെ പരിശോധിക്കും. ബിക്കോസ് നിന്റെ ജീവിതത്തെ യേശുവാണോ കർത്താവ്, യേശുവാണോ നിന്റെ അപ്പൻ, നിന്നെ തൊടാൻ പിശാചിന് അവകാശമില്ല. പക്ഷേ വഴി തെറ്റുമ്പോൾ ചില കാറ്റുകൾ വരും. അതെന്നെ മാനസാന്തരപ്പെടുത്താൻ വരുന്ന കാറ്റാണ്. അത് പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ ആ കാറ്റുകൾ നിൽക്കും. ഇന്ന് പകൽ ആരാണ്ടോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് 100% അറിയാം. ഇവരുടെയും കുറവാണെന്ന് പറഞ്ഞ് നിൽക്കരുത്. നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ take it and change your ways. കൈയെടുത്ത് പറ, ബ്രദറെ, തർശീശിൽ നിന്ന് നിനവേക്ക് വിട്ടോ ബ്രദറെ, ഈ കാറ്റ് നിൽക്കുമെന്ന് പറ. രണ്ടാമത്തെ കാറ്റ് നമ്മൾ കേൾക്കാൻ പോവാണ്. ആദ്യത്തെ കാറ്റിന്റെ പേരാണ് വഴി തെറ്റിയത് നിമിത്തം ഉണ്ടാകുന്ന കാറ്റ്. രണ്ടാമത്തെ കാറ്റാണ് വഴി തടയാൻ വരുന്ന കാറ്റ്. ആദ്യത്തെ കാറ്റിന്റെ പേര് എന്നാണ്? വഴി തെറ്റിയത് നിമിത്തം ഉണ്ടാകുന്ന കാറ്റ്. അത് ഞാൻ മാനസാന്തരപ്പെട്ടാലേ എന്നെ എത്തുള്ളൂ, മാറത്തുള്ളൂ. രണ്ടാമത്തെ ഒരു തരം കാറ്റാണ് എന്റെ വഴി
തടയാൻ വരുന്ന കാറ്റ്. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. അപ്പൊ യേശു നമ്മുടെ പടകിൽ ഉള്ളപ്പോഴും യേശുവിന്റെ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പം ഒരു കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. ആ കാറ്റാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. മർക്കോസ് 4:37. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. നോക്കിക്കേ, യേശു എന്റെ പടകിൽ ഉള്ളപ്പോഴും ഞാൻ യേശുവിന്റെ പദ്ധതിയുടെ സെന്ററിൽ നിൽക്കുമ്പോഴും ചില കാറ്റുകൾ ജീവിതത്തിൽ അടിക്കാൻ സാധ്യതയുണ്ട്. ആ കാറ്റുകളുടെ ഉദ്ദേശം നിന്നെ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ തടസ്സം ചെയ്യാനായിട്ടാണ്. ആ കാറ്റ് തിരിച്ചറിയണം. ആദ്യത്തെ കാറ്റ് വന്നത് ഞാൻ വഴി തെറ്റിയത് കൊണ്ടാണ്. പക്ഷെ ഈ കാറ്റ് വരുന്നത് എന്റെ വഴി തടസ്സം ചെയ്യാനാണ്. എന്റെ അപ്പൻ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്റെ ബോട്ടിൽ എന്റെ ജീവിതത്തിൽ എന്റെ അപ്പൻ നായകനായ എന്റെ കൂടെ ഉണ്ട്. എങ്കിലും ഈ അടിക്കും. ചിലപ്പോൾ അങ്ങനെ ഒരു കാറ്റ് അടിച്ചെന്നിരിക്കും. ആ കാറ്റിന്റെ ഉദ്ദേശം നിന്റെ വഴി തടസ്സം ചെയ്യാനായിട്ട്. പക്ഷെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശു എന്ത് ചെയ്തെന്ന്. യേശു അവിടെ അമരത്ത് തലകണ വെച്ച് സുഖമായി കിടന്നുറങ്ങി. 2 എഴുന്നേറ്റ് വന്നപ്പോൾ ശാസിച്ചു കാറ്റിന്. യേശു നിന്റെ കപ്പലിലുണ്ടോ? യേശു നിന്റെ ജീവിതത്തിലുണ്ടോ? യേശു പറഞ്ഞ വഴിയെയാണ് നടക്കുന്നതെന്നുള്ള ബോധ്യം നിനക്കുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാറ്റടിച്ചെങ്കിൽ ആ കാറ്റിനെ കണ്ട് പേടിക്കണ്ട. വിശ്വാസത്താൽ ആ കാറ്റിനെ നീ ശാസിച്ചാൽ ആ കാറ്റ് നിൽക്കും. നിന്റെ വഴിയെ തടസ്സം ചെയ്യാൻ വരുന്ന ഒരു കാറ്റും നിന്റെ വാക്കനുസരിക്കാതെ ഇരിക്കത്തില്ല. നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാനാ ആ കാറ്റ് വരുന്നത്. നിന്റെ വഴി തടസ്സമാക്കാൻ വരുന്ന എല്ലാ കാറ്റുകളും വരുന്നതിന്റെ ഉദ്ദേശം നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് യേശു ശാസിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, എവിടെ നിങ്ങളുടെ വിശ്വാസം? Where is your faith? അപ്പോൾ നിങ്ങളുടെ കൈ കൊടുത്ത് പറഞ്ഞേ, വഴി തടയാൻ വരുന്ന കാറ്റിന്റെ ഉദ്ദേശം നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാനാണ്. ചിലപ്പം തോന്നും യേശു ഉറങ്ങുന്നത് പോലെ. യേശു ഉറങ്ങിക്കൊണ്ട്, പക്ഷെ നിന്റെ കപ്പലിലാ ഉറങ്ങുന്നതെങ്കിൽ നിനക്ക് ഒരു ഹാനിയും ഉണ്ടാകത്തില്ല. ഒരു ബാധയും ആ കപ്പലിനടുത്ത് വരത്തില്ല. ഒരനർത്ഥവും ആ കപ്പലിന് ഉണ്ടാകത്തില്ല. യേശു ആ കപ്പലിൽ ഉണ്ടെങ്കിൽ. അവിടെ നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ ആ കാറ്റ് വരുന്നത്. ഇന്ന് രാവിലെ ദൈവദാസനായി ഞാൻ ഉറപ്പിച്ചു പറയാം, യേശു കപ്പലിലുണ്ടോ? യേശു ജീവിതത്തിലുണ്ടോ? യേശു പറഞ്ഞ വഴിയാണോ നീ പോകുന്നത്? യേശു പറഞ്ഞതിന്റെ പേരിലാണോ നീ ഒരു സ്ഥലത്തേക്ക് യാത്രയാകുന്നത്? ആ യാത്രയിൽ നിനക്ക് ഒരു നാശവും വരത്തില്ല. ആ യാത്രയിൽ ഒന്നിനും നിന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞു തരാം. യേശു കപ്പലിൽ ഉള്ളപ്പോൾ വരുന്ന കാറ്റ് ഒരിക്കലും നാശം സൃഷ്ടിക്കത്തില്ല. ഞാൻ പറയുന്നതിന് ഒത്തിരി അർത്ഥമുണ്ട്. യേശു കപ്പലിൽ ഉള്ളപ്പോൾ നിന്റെ വഴി തടസ്സം ചെയ്യാൻ ഒരു കാറ്റ് വന്നാലും ആ കാറ്റിന് നിന്റെ ജീവിതത്തിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയാ ഞാൻ ഉറപ്പിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ബോട്ടിന്റെ അകത്തൊക്കെ വെള്ളം കയറി, പക്ഷെ ആ ബോട്ടിൽ തന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് യേശു എത്തിച്ചിട്ട് വചനം പറയുക, അതേ ബോട്ടെ തിരിച്ച് കയറി തിരിച്ച് യാത്രയായി. യേശു നിന്റെ ബോട്ടിലുണ്ടോ? യേശു പറഞ്ഞ വഴിയാണോ നീ നടക്കുന്നത്? നിനക്ക് മുന്നേ വരുന്ന കാറ്റ് നിന്നെ തടസ്സം ചെയ്യാനാ വരുന്നത് എങ്കിലും വിശ്വാസത്താൽ നീ കൽപ്പിച്ചാൽ
ആ കാറ്റ് നിന്നെ തൊടത്തില്ല, തൊടത്തില്ല, തൊടത്തില്ല. ഞാൻ വീണ്ടും പറയാം, വിശ്വാസത്തെ പരീക്ഷിക്കാൻ ആ കാറ്റ് വരുന്നത്. ആ സമയത്ത് തളരരുത്. ചിലപ്പോൾ നിങ്ങൾ വിതയ്ക്കാൻ തുടങ്ങി, പെട്ടെന്നൊരു റിസൾട്ട് കണ്ടില്ല, സങ്കടപ്പെടരുത്. അപ്പോൾ വിശ്വാസം പറയണം, യെസ്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ വിതയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് കൊയ്ത്തായി വരും. അത് വിത്ത് വിതച്ചു, അത് വളർന്നു വരണം. അത് വളർന്നു വന്നതിന് ശേഷമേ എനിക്ക് അതിന്റെ ഫലം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, ദൈവരാജ്യത്തിലെ ഏത് കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തിയാലും ഉടനെ അതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാകത്തില്ല. പുതുതായി ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഉടനെ അതിന്റെ റിസൾട്ട് വരത്തില്ല, കുറെ സമയം എടുക്കും. അവിടെ നമ്മുടെ വിശ്വാസത്തെ പിശാച് പരീക്ഷിക്കാൻ നോക്കും. നിന്നെക്കുറിച്ച് ദൈവം ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്നെ എത്തിക്കേണ്ട ചുമതല അപ്പൻ്റെതാ. ചിലപ്പം തോന്നും, എന്റെ ബോട്ടിൽ യേശു ഉണ്ടോ? അനക്കമില്ല. ചിലപ്പം തോന്നും, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? അനക്കമില്ല. പക്ഷെ ഇന്ന് രാവിലെ ദൈവദാസനായി ഞാൻ പറയാം, അവൻ ഉറങ്ങുന്നത് പോലെ നിനക്ക് തോന്നും. പക്ഷെ അവൻ നിന്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ കാറ്റിനറിയാം നിന്നെ തൊടാൻ പറ്റത്തില്ല. കാറ്റിനറിയാം നിന്റെ ബോട്ട് മുക്കണമെങ്കിൽ അവനെ മുക്കിയാലേ ബോട്ട് മുങ്ങത്തുള്ളൂന്ന് കാറ്റിനറിയാം. കാറ്റിന് നല്ലതുപോലെ വിവരമുണ്ട്. അവനെ മുക്കാൻ സാധിക്കത്തില്ല. അവൻ സൃഷ്ടികർത്താവാ. അവൻ നിന്റെ ബോട്ടിലുണ്ടെങ്കിൽ നിന്നെയും അവന് മുക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ചു നേരം കിടന്ന് കളിക്കും. പക്ഷെ ശാസിച്ചാൽ, അവിടെ ആ വചനം വളരെ മനോഹരമാണ്. അവിടെ മർക്കോസിന്റെ സുവിശേഷം 5:2 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അതേ ബോട്ടിലാണ് യേശു പോയി ഇറങ്ങിയ. വായിച്ച 5:2 വായിച്ച്. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ. ഏതാ? വെള്ളമുള്ള പടക്. വെള്ളമെല്ലാം കയറി ഇപ്പം പോവാന്ന് പറഞ്ഞ പടക്. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ. കൈ കൊടുത്ത് പറ, ബ്രദറെ, യേശു ബോട്ടിലുണ്ടെങ്കിൽ ഒരു കാറ്റും നിന്റെ ബോട്ടിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിരുന്നേ ആ ബോട്ടിൽ പോയി ഇറങ്ങാൻ പറ്റുമെന്ന്? ഇല്ല, ഡാമേജ് വരത്തില്ല. യേശു നിന്റെ ബോട്ടിലുള്ളപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, യേശു നിന്റെ ബോട്ടിലുള്ളപ്പോൾ, യേശു പറയുന്ന വഴിയെ നീ നടക്കുമ്പോൾ, യേശു പറയുന്ന ബിസിനസ് നീ ചെയ്യുമ്പോൾ, യേശു പറയുന്ന ശുശ്രൂഷ നീ ചെയ്യുമ്പോൾ, യേശു പറയുന്ന വഴിയെ കൂടെ നീ നടക്കുമ്പോൾ ഒരു നഷ്ടവും വരത്തില്ല. കാറ്റ് വന്നാലും ഒരു പോറൽ പോലും ഉണ്ടായില്ല. അതേ ബോട്ടെ പോയി ഇറങ്ങി. 2 അതേ അധ്യായത്തിന്റെ 18 വാക്യം പറയുക. വായിച്ച് 5:18 വായിച്ച്. അവൻ പടകേറുമ്പോൾ ഏത് പടക? അതേ പടക തിരിച്ചു കയറി. ഒരു കുഴപ്പമില്ലെന്നേ. യേശു ബോട്ടയിലുണ്ടെങ്കിൽ, യേശു പറഞ്ഞ വഴിയെ നടക്കുന്നതെങ്കിൽ, യേശു പറഞ്ഞ ലക്ഷ്യത്തേക്കാ മുന്നോട്ട് പോകുന്നതെങ്കിൽ കാറ്റടിക്കും. കാറ്റടിക്കുന്നത് വിശ്വാസത്തെ പരീക്ഷിക്കാനാണ്. പക്ഷെ നീ എഴുന്നേറ്റ് ശാസിച്ചാൽ ആ കാറ്റ് മാറും. നിലയ്ക്കത്തില്ല. ആ ബോട്ടെ തന്നെ കയറി തിരിച്ചുപോയി. എന്തിനാ വഴി തടസ്സം ചെയ്തെന്നറിയാമോ? അപ്പുറത്ത് ലഗിയോൻ ബാധിച്ച ഒരു വ്യക്തിയെ, ആർക്കും വിടുവിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെ വിടുവിക്കാനായിട്ട് പോവുകയായിരുന്നു. ആ വഴി തടസ്സം ചെയ്യാൻ പിശാച് നോക്കിയത്. നിങ്ങൊരു രഹസ്യം പറയാം, യേശു ബോട്ടിലുണ്ടോ, നിന്നെ എത്തിക്കേണ്ടിടത്ത് നിന്നെ എത്തിക്കും. നിന്നിൽ കൂടെ ചെയ്യേണ്ടത് അവൻ ചെയ്യും. കിടന്നുറങ്ങിക്കോ ബ്രദറെ. കൈ കൊടുത്ത് പറ, കിടന്നുറങ്ങിയാൽ, ശാസിച്ചാൽ സ്ഥാനം മാറും. ഒരു രഹസ്യം പറയാം, യേശു ബോട്ടിലുണ്ടോ, യേശു പറഞ്ഞ വഴിയാണോ നടക്കുന്നത്, കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. ശാസിച്ചിട്ടെങ്കിലും കാറ്റ് മാറുന്നില്ലെങ്കിൽ കാറ്റിന്റെ ഉദ്ദേശം വേറെ. വഴി തെറ്റിയത് നിമിത്തം ഉണ്ടാകുന്ന കാറ്റ് ശാസിച്ചാൽ മാറത്തില്ല. പക്ഷെ വഴി തടസ്സം ചെയ്യാൻ വരുന്ന കാറ്റ് നീ ശാസിച്ചാൽ മാറും. ശബ്ദമില്ല. വഴി തെറ്റുമ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാറ്റ് ഞാൻ ശാസിച്ചാൽ മാറത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. പക്ഷെ വഴി തടസ്സം ചെയ്യാൻ വരുന്ന കാറ്റ് ഞാൻ ശാസിച്ചാൽ മാറും.
മൂന്നാമത്തെ കാറ്റാണ് വഴി തെളിയിക്കാൻ വരുന്ന കാറ്റ്. ആദ്യത്തെ കാറ്റിന്റെ പേരെന്നാ? നല്ല ഉറക്കെ പറ. വഴി തെറ്റുമ്പോൾ ഉണ്ടാകുന്ന കാറ്റ്. രണ്ടാമത്തെ കാറ്റ് എന്നാ? വഴി തടയാൻ വരുന്ന കാറ്റ്. മൂന്നാമത്തെ കാറ്റാണ് വഴി തെളിയിക്കാൻ വരുന്ന കാറ്റ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. Acts chapter 2 and verse 2. വായിച്ചു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു കൊടുങ്കാറ്റുണ്ട്. കൈകൊടുത്ത് പറ, പരിശുദ്ധാത്മാവിന്റെ ഒരു കൊടുങ്കാറ്റുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഒരു കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിൽ അടിക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ വഴി തുറക്കും. 50 ദിവസമായിട്ട് മുറി അടച്ചിരുന്ന് അകത്ത് പേടിച്ചിരുന്നവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിയപ്പോൾ അവരുടെ വാതിൽ തുറന്നു എന്ന് മാത്രമല്ല, 18 ഭാഷക്കാര് അവരെ തപ്പി അവരുടെ അടുത്തേക്ക് വന്നു. മാത്രമല്ല, പത്രോസ് പന്ത്രിവരുടെ കൂടെ എഴുന്നേറ്റ് ധൈര്യമായി പ്രസംഗിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ടു. കൈകൊടുത്ത് പറ, വഴി തെളിക്കാൻ വരുന്ന കാറ്റ്. യേശുവിന്റെ മരണത്തോടെ ശിഷ്യന്മാര് പേടിച്ച്, ഉയർത്തെഴുന്നേൽപ്പൊക്കെ കണ്ടെങ്കിലും ഇനി എന്ത് സംഭവിക്കുമോ എന്ന് അറിയത്തില്ലാതെ പേടി കാരണം മാളിക മുറിയിൽ അടച്ചു പൂട്ടിയിരുന്നവരുടെ ഇടയ്ക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ, അവരുടെ മേളിൽ അഗ്നിനാവുകളായി ഇറങ്ങിയപ്പോൾ അവര് വാതിൽ തുറന്നു എന്ന് മാത്രമല്ല, അവരെ തപ്പി 18 രാജ്യക്കാര്, ഭാഷക്കാര് അവരെ തപ്പി അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിയാൽ നിനക്ക് വേണ്ടിയുള്ള വഴികൾ തുറക്കും. നിന്നെ രാജ്യങ്ങൾക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ രാജ്യങ്ങൾ നിന്റെ അടുക്കലേക്ക് വരും. കൈ കൊടുത്ത് പറ, അങ്ങനെ ഒരു കൊടുങ്കാറ്റുണ്ട്. ആ കൊടുങ്കാറ്റിന്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? വഴി തെളിയിക്കാൻ വരുന്ന കാറ്റ്. അയ്യോ, ഞാൻ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? അയ്യോ, ഞാൻ മുന്നോട്ട് എങ്ങനെ നടക്കും? എന്റെ കുടുംബത്തെ ആര് നോക്കും? എന്റെ ആവശ്യങ്ങൾ കൂടുതലുണ്ടല്ലോ, ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റ് നിന്റെ മേളിൽ വന്നാൽ നീ ഭയപ്പെടുന്ന സ്ഥലത്തിൽ നിന്ന് നിന്നെ പൊക്കിയെടുത്ത് നിന്റെ ഭയത്തെ മാറ്റി, നിന്റെ ഭീതിയെ മാറ്റി, രാജ്യങ്ങൾ നിന്റെ അടുക്കലേക്ക് വരുന്ന രീതിയിൽ നാട്ടുകാരുടെ മുന്നിൽ ധൈര്യമായി നിന്നെ ഒരു സാക്ഷിയായി നിർത്തി അനേകരെ രക്ഷിക്കുന്ന ലെവലിൽ നിന്റെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്ന ഒരു കാറ്റുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ, ആ കാറ്റ് എന്റെ മേളിൽ ഒന്ന് വീശട്ടെ. പ്രാർത്ഥിച്ച്, ആ കാറ്റ് എന്റെ മേളിൽ ഒന്ന് വീശട്ടെ. ആ കാറ്റ് എന്റെ കുടുംബത്തിൽ ഒന്ന് വീശട്ടെ. ആ കാറ്റ് എന്റെ ബിസിനസ്സിൽ ഒന്ന് വീശട്ടെ. ആ കാറ്റ് എന്റെ ശുശ്രൂഷയിൽ ഒന്ന് വീശട്ടെ. എന്റെ വഴി തെളിയിക്കാൻ പറ്റുന്ന, എന്റെ പേടിയെ മാറ്റാൻ പറ്റുന്ന, എന്റെ ഭയത്തെ മാറ്റാൻ പറ്റുന്ന ആ കാറ്റ് എന്റെ ജീവിതത്തിൽ ഒന്ന് അടിക്കട്ടെ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ വായിപ്പിച്ചില്ല, ഞാൻ പെട്ടെന്ന് ഓടി കാര്യങ്ങളങ്ങ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരുടെ മേളിലാണ് ഈ കൊടുങ്കാറ്റ് വന്നതെന്നറിയാവോ? യേശു പറഞ്ഞത് അനുസരിച്ചവരുടെ മേളിൽ. അതിനൊരു 15 ഹല്ലേലൂയ വന്നതിനെ ഓർത്ത് ഞാൻ അപ്പായെ സ്തുതിക്കുന്നു. വചനം പറയുന്നു, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 500ഓളം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. എത്ര പേർക്ക് പ്രത്യക്ഷപ്പെട്ടു? അത് കഴിഞ്ഞ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ പറഞ്ഞു, നിങ്ങൾ ഈ പട്ടണം വിട്ട് വാങ്ങിപ്പോകരുത്. ഈ പട്ടണത്തിൽ തന്നെ പിതാവ് പറഞ്ഞ വാഗ്ദത്തം നിറവേറുവോളം കാത്തിരിക്കണം.
യേശു പറഞ്ഞില്ല എത്ര ദിവസം കാത്തിരിക്കണമെന്ന്. പക്ഷെ മാളിക മുറിയിൽ 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കൈ കൊടുത്ത് ചോദിച്ച് ബാക്കി 380 എവിടെ പോയി? ഞാൻ ബാക്കി നാട്ടുകാരുടെ കാര്യമല്ലേ പറയുന്നേ. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് 500 പേരെ കാണിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 500 കണ്ടിട്ടുണ്ട് ആര് ഉയർത്തെഴുന്നേറ്റെന്ന്. അങ്ങനെയാണ് യേശു പറഞ്ഞതും അവർ കേട്ട് കാണും. ഈ പട്ടണം വിട്ട് നിങ്ങൾ എന്നാ ചെയ്യരുത്, പോകരുത്. പിതാവ് പറഞ്ഞ വാഗ്ദത്തം നിങ്ങളുടെ മേളിൽ ഞാൻ അയക്കുവോളും ഈ പട്ടണത്തിൽ നിങ്ങൾ കാത്തിരിക്കും. എത്ര ദിവസം കാത്തിരിക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷെ 120 പേര് മാത്രമേ കാത്തിരുന്നുള്ളൂ. ദൈവം പറഞ്ഞതിന് വേണ്ടി കാത്തിരിക്കുന്നവനെ വഴി നടത്താൻ വരുന്ന ഒരു കാറ്റുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. നിന്നോട് അപ്പൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അത് നിന്റെ ജീവിതത്തിൽ നീ കാത്തിരിക്കാൻ തയ്യാറാണോ? നിന്നെ നടത്താൻ ഒരു പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വരുന്നുണ്ട്. ഇന്ന് പകൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഭിഷേകം എന്റെ മേളിൽ ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിനോട് പറയാ, നിന്നെ കുറിച്ച് അവൻ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ കുറിച്ച് ഒരു വിഷൻ അവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്നെ കുറിച്ച് ഒരു നന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനു വേണ്ടി നീ കാത്തിരിക്കുകയാണെങ്കിൽ നിന്നെ വഴി നടത്താൻ വരുന്ന ഒരു കൊടുങ്കാറ്റുണ്ട്. അത് നിനക്ക് വേണ്ടി വഴി തെളിക്കും. നിന്റെ അടുക്കലേക്ക് വഴി തെളിക്കും. നിനക്ക് വേണ്ടിയുള്ള വഴിയും തെളിക്കും. ആമേൻ, ആമേൻ. ആർക്കാ വഴി തെളിയുന്നറിയാവോ? അപ്പൻ പറഞ്ഞതിനു വേണ്ടി കാത്തിരിക്കുന്നവർ. നാലാമത്തെ കാറ്റാണ് വഴി തെറ്റിക്കാൻ വരുന്ന കാറ്റ്. ആദ്യത്തെ കാറ്റിന്റെ പേരെന്നാ? ആദ്യത്തെ കാറ്റിന്റെ പേരെന്നാ? വഴി തെറ്റുമ്പോൾ ഉണ്ടാകുന്ന കാറ്റ്. രണ്ടാമത്തെ കാറ്റിന്റെ പേരെന്നാ? വഴി തടസ്സം ചെയ്യാൻ വരുന്ന കാറ്റ്. മൂന്നാമത്തെ കാറ്റിന്റെ പേരെന്നാ? വഴി തെളിയിക്കാൻ വരുന്ന, എനിക്ക് വേണ്ടി വഴി തുറക്കാൻ വരുന്ന കാറ്റ്. നാലാമത്തെ കാറ്റ് എന്നതാ? നാലാമത്തെ കാറ്റ് വഴി തെറ്റിക്കാൻ വരുന്ന കാറ്റ്. അങ്ങനെ ഒരു കാറ്റുണ്ട്. അയ്യോ, ആദ്യത്തെ കാറ്റും ഈ കാറ്റ് സെയിം ആണോ? സെയിം അല്ല. ആദ്യത്തെ കാറ്റ് വഴി തെറ്റിയതിന് ശേഷം അടിക്കുന്ന കാറ്റാണ്. ഈ കാറ്റ് വഴി തെറ്റിക്കാൻ അടിക്കുന്ന കാറ്റ്. അപ്പോസ്തല പ്രവൃത്തികൾ 27 അതിന്റെ 10ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. അപ്പൊ പൗലോസ്ലിയ ഇവിടെ പറയാണ്, ഈ കപ്പൽ മുന്നോട്ട് എടുക്കരുത്. ഈ കപ്പൽ മുന്നോട്ട് എടുത്താൽ നാശനഷ്ടങ്ങൾ കപ്പലിനും ഉണ്ടാകും, ജീവിതങ്ങൾക്കും ഉണ്ടാകും എന്ന് ഒരു ദേവദാസൻ ഒരു പ്രബോധനം നൽകി. ഈ കാറ്റിനെ ഞാൻ ഒന്നുകൂടെ ശരിയാക്കി പറയാം. ഒരു ദേവദാസൻ ഒരു പ്രബോധനം നൽകുമ്പോൾ അതിനെ മറികടന്നാൽ ഉണ്ടാകുന്ന കാറ്റ്. അതിന് ആമി മരത്തില്ലെന്ന് എനിക്കറിയാം. ആ കാറ്റ് നമുക്ക് നല്ല പരിചയമാണെന്നും എനിക്കറിയാം. ചിലപ്പോൾ നേരിട്ട് തന്ന പ്രബോധനമായിരിക്കും, ചിലപ്പം വചനത്തിൽ കൂടെ സംസാരിക്കുന്ന പ്രബോധനമായിരിക്കും. ഒരു ദേവദാസനിൽ കൂടെ ദൈവം നിന്നോട് സംസാരിക്കുന്ന പ്രബോധനത്തിന് വിപരീതമായി നടന്നാൽ ഉണ്ടാകുന്ന ഒരു കാറ്റുണ്ട്. പക്ഷെ ഈ കാറ്റ് വന്നത് എന്തിനാണെന്നറിയാവോ? ഈ കാറ്റ് വഴി തെറ്റിക്കാൻ വന്ന കാറ്റാണ്. പൗലോസ് പറഞ്ഞു, ഈ യാത്ര എടുക്കരുത്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ പോവുക. അപ്പോൾ വചനം ഇങ്ങനെയാ പറയുന്നത്. അതേ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിന്റെ 13ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്ത ദ്വീപിനെ മറപറ്റി ഓടി. അപ്പൊ ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ പറഞ്ഞതിന് ശേഷം ഒരു അനുകൂലക്കാറ്റടിച്ചു. അപ്പൊ ചിന്തിക്കരുത് അയാൾ ഒരു മണ്ടനാണെന്ന്.
കൈ കൊടുത്തു പറ, മോനെ പുറകെ വരുന്നുണ്ട് ഈശാന മൂല. ഇതൊക്കെ പറയുമ്പോ ശബ്ദം കുറയുന്ന കണ്ടോ? തോസുട്ടി ബ്രദർ പറഞ്ഞു, ഇപ്പൊ വിടരുത് വെളിയില്. അപ്പം തേണ്ടട വിസ കിട്ടി. അപ്പം വീട്ടുകാര് പറഞ്ഞു, തോസുട്ടി ബ്രദർ ഒരു മണ്ടൻ. ദൈവം അറിയാതെയാണോ വിസ വരുന്നത്? കൈ കൊടുത്തു പറ, മോനെ വഴി തെറ്റിക്കുന്ന ഒരു കാറ്റുണ്ട്. ഈ സഭയെ തന്നെ എനിക്കറിയാവുന്ന പലരും ആ അനുകൂലക്കാറ്റ് കണ്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഈശാന മൂല അടിച്ച് അനുഭവപ്പെട്ട ഒത്തിരി പേരെ എനിക്കറിയാം. നെവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആത്മീകനെ ഇതിനെ വിവേചിക്കാൻ സാധിക്കത്തുള്ളൂ, ഈ കാറ്റുകളെ വിവേചിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് ഞാനിത് പഠിപ്പിക്കുകയും ഇത് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം എന്നാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ബോധവൽക്കരണം ഉണ്ടാകുവാനായിട്ട്, ഒരു പ്രബോധനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ഒരു പ്രബോധനം ഒരു ദൈവദാസനിൽ കൂടെ ലഭിക്കുമ്പോൾ അതിനെ മറികടക്കരുത്. മറികടന്നാൽ മറികടക്കാനായിട്ടാണ് ആ അനുകൂല കാറ്റടിച്ചത്. പക്ഷെ വചനം പറയുകയാണ്, അതേ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 27-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം, 41-ാമത്തെ വാക്യം, 44-ാമത്തെ വാക്യം, ഈ 3 വാക്യങ്ങളൊന്ന് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 27, 38, 41, 44. 38, 41, 44. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറഞ്ഞു. നഷ്ടമാണോ? ധാന്യമെല്ലാം കടലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ നഷ്ടമാണോ? ഇല്ലയോ? വഴി തെറ്റിക്കാൻ വരുന്ന കാറ്റ് നഷ്ടം ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ. അടുത്തത് വായിച്ചു, 41 വായിച്ചു. ഇരുകടൽ കൂടി ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പൽ അണിയം ഉറച്ച് ഇളക്കമില്ലാതെയായി, അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. നഷ്ടായോ? 44 പേര്. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാൻ കൽപ്പിച്ചു. അപ്പൊ കപ്പലിന്റെ കഷ്ണത്തിന്റെ മേളിൽ ആൾക്കാർ പോകണമെങ്കിൽ അപ്പൊ കപ്പൽ എന്നായി? കൈ കൊടുത്തു പറ, കഷ്ണമായി. വഴി തെറ്റിക്കാൻ വരുന്ന കാറ്റ് നിന്റെ കപ്പലിനെ കഷ്ണാക്കും. വഴി തെറ്റിക്കാൻ വരുന്ന കാറ്റിന്റെ ഉദ്ദേശം തന്നെ ദൈവിക പ്രബോധനത്തിന് വിപരീതമായി പ്രവർത്തിക്കണം. ദൈവിക പ്രബോധനത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ഉള്ള ഗുണം അനുകൂലക്കാറ്റ് കാണിച്ച് പുറകെ ഈശാന മൂലയായി വന്ന് നശിപ്പിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഒരു ദൈവദാസനെ സഭയിലാക്കി വെക്കുന്നത്? സഭയിലുള്ള വിശ്വാസിക്ക് തലവേദന വരുമ്പം പ്രാർത്ഥിക്കാനല്ല. സഭയിലുള്ള വിശ്വാസിക്ക് ബർത്ത്ഡേ വരുമ്പം കേക്ക് മുറിച്ച് വായി വെച്ചു കൊടുക്കാനല്ല. സഭയിലുള്ള വിശ്വാസിയെ അനുകൂലക്കാറ്റ് ഏതാണ്, വഴി നടത്തുന്ന കാറ്റ് ഏതാണെന്ന് തിരിച്ചറിവ് നൽകാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞായറാഴ്ച നിങ്ങൾ വരുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ഒരു പ്രബോധനം നിങ്ങൾ കേൾക്കുമ്പോൾ മറക്കരുത്, ആ പ്രബോധനത്തിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ. ഞാനിത് പറയുന്നത് വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്, വളരെ സങ്കടത്തോടെ. ഞാൻ എല്ലാവരെയും വ്യക്തിപരമായി ഞാൻ വളരെ ചുരുങ്ങിയ ആൾക്കാരോട് അത് പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ ഇത് എടുക്കരുതെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ചിലരോട് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ ചിലരത് അവര് ചിന്തിക്കുന്ന അവരെ എന്തോ തടസ്സം ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് എന്തോ ബന്ധനം ഉണ്ടാക്കി.
അവന് എന്നെ കളിപ്പിക്കാനാണ് നോക്കുന്നത്. എന്റെ ആഗ്രഹം ഇവിടെയുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന്. കൈ പിടിച്ചോണ്ടാ പറയാം. ഞാൻ ഇന്നേ വരെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും ഒരാളും മോശമാകാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് പറയുന്നത് ഉൾപ്പെടെ എൻ്റെ മുന്നിൽ എൻ്റെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ഏക ഉദ്ദേശത്തോടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ചിലപ്പോൾ വിറയലൊക്കെ കൊണ്ടുവന്നിരിക്കത്തില്ല, പക്ഷെ വിറച്ചിൽ മാറ്റും. എനിക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെയുള്ളവർ പോയി കുഴി ചാടി അവരുടെ അനുഭവങ്ങൾ മാറിക്കഴിയുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ്ലീഹ പറഞ്ഞു, ഈ യാത്ര എടുക്കരുത്, ഈ വഴി തെറ്റാ, ഇത് എടുക്കണ്ട. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് കാത്തിരിക്കാൻ പറയുമ്പോൾ കാത്തിരിക്കണം. അവന്റെ സമയം വരുമ്പോൾ അവനൊരു വഴി തുറന്നാൽ ബെസ്റ്റായിട്ട് തുറക്കും. ബെസ്റ്റായിട്ട്. അതാ മൂന്നാമത്തെ കാറ്റ്. കാത്തിരിക്കുന്നവന് വേണ്ടി വഴി തുറക്കുന്ന ഒരു കാറ്റുണ്ട്, പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായിട്ടുള്ള ഒരു വഴിയായിരിക്കും. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് തെളിയിച്ച കാറ്റ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, മുക്കുവന്മാര്, മീൻ പിടിക്കുന്നവര്, അവരുടെ പ്രൊഫഷൻ മീൻ പിടിക്കുന്നതാ. സ്കൂള് കണ്ടിട്ടില്ല, കോളേജ് കണ്ടിട്ടില്ല, പക്ഷെ ഇന്ന് ആ പത്രോസ് എഴുതിയ ലേഖനങ്ങൾക്ക് എത്രയോ PhD-ക്കാര് കമന്ററി എഴുതുകയാണ്. പത്രോസ് ഇതായിരിക്കും എഴുതിയത്, പത്രോസ് ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്. പത്രോസും യോഹന്നാനും യാക്കോബും എഴുതിയ ലേഖനങ്ങൾക്ക് ഇന്ന് PhD, ഡബിൾ PhD, ട്രിപ്പിൾ PhD പഠിച്ചവര് കമന്ററി എഴുതുക. പഠിത്തം ഇല്ലാത്തവന് വേണ്ടി വഴി തുറക്കുന്ന ഒരു കാറ്റുണ്ട്. കഴിവില്ലാത്തവന് വേണ്ടി വഴി തുറക്കുന്ന ഒരു കാറ്റുണ്ട്. ബലഹീനന് വേണ്ടി വഴി തുറക്കുന്ന ഒരു കാറ്റുണ്ട്. കാത്തിരിക്കാൻ തയ്യാറായവന് വേണ്ടി വഴി തുറക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ കാറ്റുണ്ട്. അപ്പോൾ തന്നെ ഏത് വഴിയിൽ കൂടെ നടക്കണം. ഞായറാഴ്ച വരുമ്പോൾ ഇവിടെ ഞാൻ സന്ദേശം അരുളുമ്പോൾ ഞാനൊരു യൂട്യൂബിൽ പോയി ഒരു പ്രസംഗം കേട്ടിട്ട് കൊണ്ടത് പ്രസംഗിക്കുന്ന പ്രസംഗം അല്ല ഇത്. നിങ്ങളിപ്പോ ഇതുപോലെ ഈ 4 കാറ്റുള്ള ഏതായാലും ഒരു യൂട്യൂബിലെ മെസ്സേജ് എടുത്ത് കാണില്ലല്ലേ? ഇതെന്റെ അപ്പൻ എന്റെ ഹൃദയത്തിൽ നേരിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഞാൻ ഇവിടെ വന്ന് തരുന്നത്. ഇത് എവിടെ പോയാലും കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ ഇവിടുന്ന് പോയ ഒരു കുടുംബം ഒരു UK-യിൽ നിന്ന് എന്നെ വിളിച്ചു. രാത്രിയിൽ കുറെ നേരം സംസാരിച്ചു. അവര് പറഞ്ഞ ഏക കാര്യം, എല്ലാം നല്ലതാ ബ്രദറെ, പക്ഷെ ഞായറാഴ്ചത്തെ മീറ്റിംഗ് ഒന്ന് ലൈവിൽ ഇടാവോ, ഞങ്ങൾക്കൊന്ന് കൂടാനായിട്ട്. ട്രിവാൻഡ്രത്തെ മീറ്റിംഗ് പോലത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് കൂടണം. അത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഇപ്പൊ ഒരു നഷ്ടമായിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം ഓക്കെ. അവർക്ക് ലൈവ് വേണം. ലൈവ് ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ശനിയാഴ്ച രാത്രി ഒരു ഫ്ലൈറ്റ് എടുക്കുക, എന്നിട്ട് ഞായറാഴ്ച രാവിലെ വന്ന് മീറ്റിംഗ് കൂടെ, എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മുടെ ബിരിയാണിയൊക്കെ ആസാദിൽ കഴിച്ചിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ ഒരു ഫ്ലൈറ്റ് എടുത്ത് തിരിച്ചു പോയിട്ട് തിങ്കളാഴ്ച ജോലിക്ക് പോകും. രണ്ടുപേരും ആമയും പറഞ്ഞ് ഏറ്റെടുത്തിട്ടുണ്ട്. കൈയെടുത്ത് പറഞ്ഞു, മോനെ നീ ഇരിക്കുന്ന സ്ഥലം പലരും ഇരിക്കാൻ കൊതിക്കുന്നുണ്ട്, അത് ഇവിടുന്ന് മാറിയാലേ പിടികിട്ടത്തുള്ളൂ. ഇന്ന് വന്നിരുന്നത് കൃപയാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കൃപയാണ്. ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് കൃപയാണ്. ഈ വചനം ഞാൻ ശുശ്രൂഷിക്കുന്നത് കൃപയാണ്. അത് കേൾക്കാനുള്ള അവസരം, അത് ലഭിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പാഴാക്കരുത്. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ്. 4 തരത്തിലുള്ള കാറ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാറ്റ് പറഞ്ഞേ, വഴി തെറ്റിയത് നിമിത്തം ഉണ്ടാകുന്ന കാറ്റ്. 2, വഴി തടയാൻ വരുന്ന കാറ്റ്. കറക്റ്റ്. 3, വഴി തെളിയിക്കാൻ വേണ്ടി വരുന്ന കാറ്റ്. യെസ്. 4,
വഴി തെറ്റിക്കാൻ വരുന്ന കാറ്റ്. ഉണ്ടാവും. മെസ്സേജ് തീർക്കാം, പ്രാർത്ഥിക്കാൻ പോവാം. ഒന്നാമത്തെ കാറ്റ് എങ്ങനെ നിൽക്കും? വഴി തെറ്റിയത് നിമിത്തം ഉണ്ടായ കാറ്റ. ആ കാറ്റ് എങ്ങനെ നിൽക്കും? മാനസാന്തരപ്പെട്ട് തെറ്റിയ വഴിയിൽ നിന്ന് ശരിയായ വഴിയിലോട്ട് മാറുമ്പോൾ, തർശീഷിലോട്ട് പോകുന്ന യോന നിനവയിലോട്ട് തിരിഞ്ഞപ്പോൾ കാറ്റ് നിന്നു. ഓക്കെ. രണ്ടാമത്തെ കാറ്റ് വഴി തടയാൻ വരുന്ന കാറ്റാണ്. ആ കാറ്റ് യേശു പടകിലുള്ളവർക്ക് വേണ്ടി വരുന്നതാ. യേശു പടകിലുള്ളപ്പോൾ, യേശു പറഞ്ഞ വഴിയെ നടക്കുമ്പോൾ വരുന്ന കാറ്റാ. ആ കാറ്റ് എങ്ങനെ മാറും? ആ കാറ്റ് നീ ശാസിച്ചാ മാറും. പറ, ആ കാറ്റ് ഞാൻ ശാസിച്ചാ മാറും. മൂന്നാമത്തെ കാറ്റ് വഴി തെളിയിക്കാൻ വരുന്ന കാറ്റ്. ആ കാറ്റ് ആർക്ക് വേണ്ടിയാ വരുന്നേ? ആ കാറ്റ് ആർക്ക് വേണ്ടിയാ വരുന്നേ? ദൈവം പറഞ്ഞതിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, അവർക്ക് വേണ്ടി വഴി തെളിയിക്കാൻ വരുന്ന പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. നാലാമത്തെ കാറ്റ് എന്നതാ? വഴി തെറ്റുന്നത് എങ്ങനെയാ? ദൈവം പറയുന്ന പ്രബോധനം. ചിലപ്പോൾ അതൊരു ദൈവദാസനിൽ കൂടെ ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ആയിരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന പ്രബോധനത്തെ മറികടക്കുമ്പോൾ വരുന്ന കാറ്റ്. അവിടെ നമ്മളിങ്ങനെയാ കാണുന്നത്, പൗലോസ്ലീഹ പിന്നെ പൗലോസ്ലീഹ പറഞ്ഞത് അവരെ അനുസരിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. അതാണ് അവിടെ ഒരു വാക്യം നമുക്ക് വളരെ അത് മാത്രം നമുക്കൊന്ന് വായിച്ചേക്കാം. ആ വാക്യം ഒന്ന് വായിച്ച്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ആ കാറ്റ് എപ്പോഴാ നിന്നേന്ന്. അപ്പോസ്തല പ്രവൃത്തി 28-ന്റെ 11 ഒന്ന് വായിച്ച്. 11 28-ന്റെ 11. 28-ന്റെ 11. 3 മാസം കഴിഞ്ഞ ശേഷം, കൈയെടുത്ത് പറ, 3 മാസം കഴിഞ്ഞതിന് ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. 3 മാസം കഴിഞ്ഞപ്പം കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നു. പക്ഷെ 3 മാസം ഇക്ഷ ഇന്ന വരച്ചു. ആമേൻ. അത് പൗലോസ്ലീഹ തിരിച്ചു പറഞ്ഞപ്പോൾ, പക്ഷെ പൗലോസ്ലീഹയെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ബിക്കോസ് ആ മെലിറ്റ ദ്വീപിൽ താൻ സുവിശേഷം അറിയിച്ചു, അനേകരെ നേടി. ദേവദാസനെ സംബന്ധിച്ച് അത് അനുഗ്രഹമായി. പക്ഷെ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കപ്പൽ കഷ്ണമായി എല്ലാം പോയി. അവസാനം 3 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചുള്ള യാത്രയ്ക്കുള്ള വഴി ഒരുങ്ങി. ഞാനൊരു കാര്യം പറയാം, ഈ കാറ്റുകളിൽ നിന്നെല്ലാം നിങ്ങൾ ഒരു കാര്യം പഠിച്ചോണം. ഇപ്പൊ 4-ാമത്തെ കാറ്റിൽ പൗലോസ്ലീഹ പറഞ്ഞത് അവര് റിജക്ട് ചെയ്തപ്പോഴാണ് ഈശാന്റെ മൂല വന്നത്. പക്ഷെ പിന്നെ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കഴിക്കുക, ആഹാരം കഴിക്കുക. അതവരനുസരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പ്രിസണേഴ്സ് ഉണ്ടായിരുന്നു. അവരെ വെടിവെക്കണമെന്ന് ക്യാപ്റ്റൻ ചിന്തിച്ചു. ക്യാപ്റ്റനോട് പറഞ്ഞു, ചെയ്യരുത്, ആരും രക്ഷപ്പെടത്തില്ല, എല്ലാവരും ആ ദ്വീപിൽ പോകും. അവരത് കേട്ടു. ആദ്യം ക്യാപ്റ്റൻ കേട്ടില്ല, രണ്ടാമത് ദൈവദാസൻ പറഞ്ഞത് കേട്ടു. അതുകൊണ്ട് സംഭവിച്ചത്, ആ കപ്പലിൽ യാത്ര ചെയ്ത വ്യക്തികൾക്ക് നാശമുണ്ടായില്ല, പക്ഷെ സാമ്പത്തികത്തിന് നഷ്ടമുണ്ടായി, കപ്പലിന് നഷ്ടമുണ്ടായി. ഒരു പ്രബോധനത്തെ നമ്മൾ ത്യജിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുകൂലക്കാറ്റ് വരും. ആ അനുകൂലക്കാറ്റ് കണ്ടുകൊണ്ട് ചിന്തിക്കരുത്, ഈടാ ദൈവം തുറന്ന വഴിയാണ്, അടുത്ത് പുറകെ ഈശാന മൂല വരും. വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങൾ ഉണ്ടാകും, പക്ഷെ ജീവൻ അപകടത്തിലാകത്തില്ല മാനസാന്തരപ്പെട്ടാൽ. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചോണം, അബദ്ധം പറ്റിയിട്ടുണ്ടോ കുഴപ്പമില്ല, മാനസാന്തരപ്പെട്ടാൽ വഴി തുറക്കും. 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് അടുത്തൊരു കപ്പൽ ഒരുങ്ങി അവരെ തിരിച്ച് എത്തിക്കേണ്ടിയ സ്ഥാനത്ത് എത്തിച്ചു. ഈ 4 കാറ്റുകളുടെയും ഉദ്ദേശം വേറെ വേറെയാണ്. ഈ 4 കൊടുങ്കാറ്റുകളുടെയും ഉദ്ദേശം വേറെയാണ്.
4 കൊടുങ്കാറ്റുകളും 4 രീതിയിലേ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. എല്ലാ കാറ്റും പ്രാർത്ഥിച്ചാൽ മാറത്തില്ല, എല്ലാ കാറ്റും ശാസിച്ചാൽ മാറത്തില്ല. ശാസിച്ചാൽ മാറുന്ന കാറ്റുണ്ട്, വഴി മാറിയാൽ മാറുന്ന കാറ്റുണ്ട്, മാനസാന്തരപ്പെട്ടാൽ മാറുന്ന കാറ്റുണ്ട്, കാത്തിരുന്നാൽ വരുന്ന കാറ്റുണ്ട്. തിരിച്ചറിയണം ദൈവമക്കൾ. ചാടി ദൈവസന്നിധിയിൽ എഴുന്നേക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ദൈവവചനം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് പറയുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറയും. കാറ്റ് തിരിച്ചറിയണം. അപ്പുറത്തോട് കൈയെടുത്ത് പറഞ്ഞ കാറ്റ് തിരിച്ചറിയണം. എല്ലാ കാര്യങ്ങളും ഉയർത്തി പിടിച്ചായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളുടെ മേളിലും അങ്ങയുടെ കരം നീട്ടിയിരിക്കുക. സ്തോത്രം. കരം നീട്ടിയിരിക്കുക. സ്തോത്രം. ഇന്ന് പകലും പലരും പല കൊടുങ്കാറ്റുകളുടെ ഇടയ്ക്കാണ് എന്നെ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പ അങ്ങനെ എന്റെ ഉള്ളിൽ നൽകിയത് മുഴുവൻ ഞാൻ അവരുടെ മുന്നിൽ വെച്ചു. അങ്ങനെ വിളമ്പിയ ഈ വചനം അവരുടെ ജീവിതത്തിൽ ആ കൊടുങ്കാറ്റുകളിൽ നിന്ന് അവർക്കൊരു വിടുതൽ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീകനോ സകലത്തെയും വിവേചിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ വിവേചനത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ വിവേചനം ഓരോ വ്യക്തികളുടെ ഉള്ളിലും വരട്ടെ. ഈ കൊടുങ്കാറ്റ് ഏത് ടൈപ്പിലുള്ള കൊടുങ്കാറ്റാണ് എന്റെ ജീവിതത്തിൽ വീശുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പകൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുക. അവരുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്ന് നീ അവർക്ക് വിടുതൽ നൽകണം. അവരുടെ ജീവിതത്തിൽ അടുക്കുന്ന കൊടുങ്കാറ്റുകളിൽ നിന്ന് നീ അവർക്ക് വിടുതൽ നൽകണം. അതെന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവെ അതിന്റെ മേളിലുള്ള നീക്കുപോക്കുകളിലേക്ക് നീ അവരെ നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്ക് അങ്ങയുടെ വചനം പറയാവുന്നേ ഉള്ളൂ. മാനസാന്തരം നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഹൃദയങ്ങളെ അങ്ങേക്ക് മാത്രമേ സ്പർശിക്കാൻ പറ്റത്തുള്ളൂ. ഹൃദയ കണ്ണുകളെ അങ്ങേക്ക് മാത്രമേ പ്രകാശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വഴി തിരിക്കാൻ അങ്ങേ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. മാനസാന്തരം കൊടുക്കാൻ അങ്ങേ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുക, എന്നെ നീ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒറ്റ വ്യക്തി പോലും കൊടുങ്കാറ്റിൽ പ്രയാസപ്പെടരുത്. അവരുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കൊരു ശമനം ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കൊരു ശമനം ഉണ്ടാകട്ടെ. പ്രശ്നങ്ങളായ കൊടുങ്കാറ്റുകളിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ ഒരു ശമനം ഉണ്ടാകട്ടെ. ഇന്ന് കേട്ട ദൈവവചനം പോലെ അവരുടെ ജീവിതത്തിൽ പരിഹാരങ്ങളിലേക്ക് അങ്ങനെ നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുക. അവരെ നീ കരം പിടിച്ച് അവരുടെ ജീവിതത്തിൽ ഈ കൊടുങ്കാറ്റുകളിൽ നിന്ന് നീ അവരെ വിടുവിക്കണം. ആരോഗ്യപരമായി അവരുടെ ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റുകൾ, സാമ്പത്തികപരമായി അവരുടെ ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റുകൾ, കുടുംബ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റുകൾ, കുഞ്ഞുങ്ങളെ ഓർത്ത് കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് അടിക്കുന്ന കൊടുങ്കാറ്റുകൾ, എല്ലാവറ്റിൽ നിന്നും ഇന്ന് പകൽ പരിശുദ്ധാത്മാവെ അങ്ങുന്നവരെ വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദുഷ്ടൻ എവിടെ എല്ലാം വഴി തെറ്റിച്ചിട്ടുണ്ടോ, ദുഷ്ടൻ എവിടെയെല്ലാം കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ നീ ഏൽപ്പിച്ച ഒറ്റ കുഞ്ഞു പോലും അവര് നഷ്ടപ്പെടാൻ നീ അനുവദിക്കത്തില്ല എന്ന് എനിക്കറിയാം. അവര് നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ലപ്പാ. അവരുടെ കൊടുങ്കാറ്റിൽ നിന്ന് നീ അവരെ വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയവേദനകൾ നീ അറിയുന്നു, അവരുടെ മനസ്സിലെ ഭാരങ്ങൾ നീ അറിയുന്നു. പക്ഷേ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു എന്ന് നീ പറയുന്നത് പോലെ ഇന്ന് പകൽ ആ പരിജ്ഞാനം അവരുടെ ഉള്ളിൽ വരട്ടെ. ഏത് പരിജ്ഞാനമില്ലായ്മയാണോ അവരുടെ ജീവിതത്തിൽ നാശമുണ്ടാക്കുന്നത്, ആ നാശത്തിൽ നിന്ന് ഇന്ന് പകൽ തിരിക്കുന്ന പരിജ്ഞാനം, നീ ഇന്ന് വിതച്ച പരിജ്ഞാനം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അയക്കപ്പെട്ട വചനം അത് 100 മേനി ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊടുങ്കാറ്റുകളെ അത് നിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതങ്ങളിൽ രൂപാന്തരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുക. അവരുടെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മേഖലയിലും അവരെ അങ്ങനെ അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അപ്പ കരുതുന്ന ഒരപ്പനുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു.
എത്ര തെറ്റു പറ്റിയാലും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് പകൽ എന്റെ ഈ ശബ്ദം കേട്ട് ആരെങ്കിലും നിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞാൽ, നീ ഇന്ന് പകൽ അവരെ പിടിക്കുന്ന പകലായിരിക്കാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഇരുകൈ നീട്ടി നീ അവരെ സ്വീകരിക്കുന്ന പകലായിരിക്കാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ നരകം അതിന്റെ ഗ്രിപ്പ് അവരുടെ മേളിൽ നിന്ന് വിടട്ടെ. ഇന്ന് പകൽ സ്വർഗം അവരുടെ മേളിൽ ഗ്രിപ്പ് പിടിക്കട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓരോ ജീവിതങ്ങളുടെ മേളിലും ഒരു ദുഃഖം ഇട്ട് അവരെ തിരിച്ചു പിടിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ദുഷ്ടന്റെ എല്ലാ ദുഃഖങ്ങളും ഇന്ന് പകല്ല യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ, 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 നിർവീര്യമാകട്ടെ. പകലങ്ങ് തിരിച്ചു പിടിക്കുന്നതിനാൽ സ്തോത്രം. Thank you, Father, for your touching everyone. As I am praying, I thank you. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഞാൻ കാണുക. സ്നേഹിക്കുന്ന ഒരു അപ്പൻ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കാണുക. നീ ആ കൊടുങ്കാറ്റിൽ കഷ്ടപ്പെടാനല്ല അവന്റെ ആഗ്രഹം. അവൻ കാരണമല്ല ആ കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിൽ അടിക്കുന്നത്. ഇന്ന് പകൽ തിരിച്ചറിയും. കള്ളൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നു. ഞാനോ അവകൾക്ക് ജീവൻ ഉണ്ടാകുവാനായിട്ടും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനായിട്ടും വന്നു എന്ന് പറഞ്ഞ ആ നല്ല അപ്പന്റെ അടുത്ത് നിൽക്കുന്നു. ഇന്ന് പകൽ അവന്റെ കയ്യിൽ ജീവിതം സമർപ്പിച്ചു കൊടുക്കും. Surrender your life once again. ഒരിക്കൽ കൂടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കും. ഈ കാറ്റുകൾ ഇന്ന് പകൽ നിൽക്കാൻ പോവാ. Father, I thank you for you are doing something awesome today. ഇന്ന് പകൽ കൊടുങ്കാറ്റുകൾ നിൽക്കുന്ന പകലായി അത് മാറ്റുന്നതിനാൽ സ്തോത്രം. നിന്റെ മക്കളെ ആശ്വസിപ്പിക്കുന്ന പകലാക്കി, നിന്റെ മക്കളെ സന്തോഷിപ്പിക്കുന്ന പകലാക്കി, നിന്റെ മക്കളുടെ ഹൃദയത്തിൽ സമാധാനവും സാന്ത്വനവും പകരുന്ന പകലാക്കി മാറ്റുന്നതിനാൽ സ്തോത്രം. I feel such a strong presence of the Holy Spirit in this place. സച്ചിൻ, എന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റിനെ ഓർത്ത് നീ ഭാരപ്പെടുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചു. ആ കൊടുങ്കാറ്റിൽ നിന്ന് ഇന്ന് പകൽ നിന്നെ പരിശുദ്ധാത്മാവ് പൊക്കിയെടുക്കുക. ഐസക്, നിന്റെ കുടുംബ ജീവിതത്തെ ഓർത്ത് നീ ഭാരപ്പെട്ട് നിൽക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നത്. ഇന്ന് പകൽ അവൻ നിന്നെ വീണ്ടെടുക്കുന്ന പകലാണ്. ഇന്ന് പകൽ അവൻ നിന്നെ വീണ്ടെടുക്കുന്ന പകലാണ്. ഇന്ന് പകൽ അവൻ നിന്നെ ആ കൊടുങ്കാറ്റിൽ നിന്ന് വീണ്ടെടുക്കുക. ആർത്രൈറ്റിസ് ഉള്ളവര് ഇന്ന് പകൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. എവ്രി ആർത്രൈറ്റിസ്, മുട്ടുവേദന, സന്ധിവാദം, ഇന്ന് പകൽ പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. Receive your healing in the name of Jesus. Receive your healing in the name of Jesus. മുട്ടിന്റെ ചിരട്ടയുടെ തേയ്മാനം നിമിത്തം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുക. Receive your healing in the name of Jesus. ആ മുട്ടിലെ ചിരട്ട അത് റെസ്റ്റോർ ആകുന്നത് ഞാൻ കാണുക. Receive your healing in the mighty name of Jesus. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു തൊട്ടുകൊണ്ടിരിക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ഓരോരുത്തരെയും സ്പർശിച്ചുകൊണ്ടിരിക്കുക. ഒരു ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ മേലാത്ത അവസ്ഥയിൽ ഭാരപ്പെട്ട ഒരു കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുക. ഇന്ന് പകൽ അത്ഭുത വഴികൾ നിനക്ക് വേണ്ടി തുറക്കുക. പ്രഭാകർ, ഇന്ന് പകൽ നിനക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കുന്നത് ഞാൻ കാണുക. Receive it in the name of Jesus. ഗീത, നിനക്ക് വേണ്ടി അത്ഭുത വഴികൾ ഞാൻ തുറക്കുന്നത് കാണുന്നു. ഗീത, നിനക്ക് വേണ്ടി അത്ഭുത വഴികൾ ഞാൻ തുറക്കുന്നത് കാണുന്നു. Father, I pray that you will open doors for everybody. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത്ഭുത വഴികൾ ഇന്ന് പകൽ നീ തുറക്കുന്നതിനാൽ സ്തോത്രം. ജപ്തികൾ ക്യാൻസൽ ആകട്ടെ. എല്ലാ കടഭാരത്തിൽ നിന്ന് നിന്റെ മക്കളെ ഞങ്ങൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗക്കെട്ടുകൾ ഇന്ന് പകല് അഴിഞ്ഞു മാറട്ടെ. രോഗക്കെട്ടുകൾ ഇന്ന് പകല് അഴിഞ്ഞു മാറട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് നീ കേൾപ്പിച്ചല്ലോ രാവിലെ. ഇന്ന് പകല്ല അങ്ങയുടെ അടിപ്പിണറുകളാൽ വരുന്ന സൗഖ്യം ജനങ്ങളെ തൊടട്ടെ, സ്പർശിക്കട്ടെ. ഇന്ന് പകല്ല ആരോഗ്യ മേഖലയിൽ വീശുന്ന എല്ലാ കൊടുങ്കാറ്റുകളും നിൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, നിൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Receive your healing. Receive your healing. ഗിരിജ, നിന്റെ ശരീരത്തിൽ ഒരു സൗഖ്യത്തിന്റെ കിരണം ഉദിക്കുന്നത് ഞാൻ കാണുക. ഒരു രോഗത്തെ ഓർത്ത് നീ ഭാരപ്പെട്ട് നിൽക്കുക. Receive your healing in the name of Jesus.
Receive your healing in the name of Jesus. Father, I thank you for your healing. Father, I thank you for your healing. എല്ലാ കരങ്ങളും ഉയർത്തി നന്ദി പറഞ്ഞേ. Something awesome is happening. Father, I thank you for your healing. Father, I thank you. നന്ദി പറ. അപ്പാ, ഇന്ന് പകൽ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ഉള്ളതിനാൽ സ്തോത്രം. ഇന്ന് പകൽ കൊടുങ്കാറ്റുകളെ ശമനമാക്കുന്ന പകൽ. ഇന്ന് പകൽ എനിക്കറിയാം പലരുടെയും ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ശമനമാകുന്ന പകൽ. Receive it in the name of Jesus. Receive it in the name of Jesus. പരിശുദ്ധാത്മാവിനോട് പറയാ, വെറ്റില ഇടുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അത് വിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പാക്ക്, വെറ്റില, ചുണ്ണാമ്പ് ഇതെല്ലാം ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഇത് വിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ കൊണ്ട് വിടാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ ആ സ്വഭാവം നിങ്ങളെ വിട്ട് മാറുക. ഇനി നിങ്ങൾക്ക് അതിനോട് മോഹം വരത്തില്ല. ഇന്ന് പകൽ ആ കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുക. ഇന്ന് പകൽ ചില പാപ സ്വഭാവങ്ങളുടെ കൊടുങ്കാറ്റ് ജീവിതങ്ങളിൽ നിന്ന് മാറുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ നിങ്ങൾക്ക് അവന്റെ സ്പർശനം വേണ്ടിയത്, കണ്ണുകളെല്ലാം അടച്ച് അവനോട് പറഞ്ഞാൽ മതി. തോമസ് ബ്രദർ പ്രാർത്ഥിച്ചാൽ എല്ലാം പ്രാർത്ഥിച്ചോ, എൻ്റെ കാര്യം പ്രാർത്ഥിച്ചോ, എൻ്റെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഈ അവസാനത്തെ വ്യക്തി വരെ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ കവഴ. ഓരോ ദിവസവും എൻ്റെ കൈ ഉയർത്തുമ്പോൾ നിങ്ങളെല്ലാവരും കവഴ പ്രാർത്ഥനയിൽ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ വിടുവിക്കുന്നത് ഞാൻ കാണുന്നു. ഇന്ന് പകൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കണം. മാനസാന്തരപ്പെടേണ്ടത് മാനസാന്തരപ്പെടണം, വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കണം. And receive. പരിശുദ്ധാത്മാവിനോട് പറയാ, times of refreshing is going to come to you. റിഫ്രഷിംഗിന്റെ കാലം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ മനസ്സിനെ പുതുക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. Times of refreshing, showers of blessing is going to come upon you. Showers of blessing is going to come upon you. Showers of blessing is going to come upon you, and you are going to see a new beginning in your life. ഇന്ന് പകൽ ഒരു പുതിയ കിരണം ഉദിക്കുന്നത് ഞാൻ കാണും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ അതിരുകളെ വിസ്താരപ്പെടുത്തുന്നത് ഞാൻ കാണും. നിന്റെ അതിരുകൾ വിസ്താരമാകേണ്ട സമയമായി. മനോജ്, നിന്റെ അതിരുകൾ വിസ്താരമാകേണ്ട സമയമായി. നിനക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് നിന്റെ അതിരുകളെ പരിശുദ്ധാത്മാവ് വിസ്താരമാക്കുക. ഈ ആഴ്ച നീ അതിന്റെ വാർത്ത കേൾക്കും. റൂബാന ഷാക്കോലൂരു തേബേനെ സന്ത്രു രേഗനെ ദരെ ദരി ബാലാ 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 ഷാദുരുദുരെ ബിദെഗരെ ദരെ ദരെ. Oh, I feel such a strong presence of my Father in this place. I feel such a strong presence of my Father in this place. You can touch him, my brother. നിന്റെ അടുത്തവൻ നിപ്പുണ്ട്. നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് അവന്റെ കാൽപാദത്തെ നനയ്ക്കുന്നത് ഞാൻ കാണുന്നു. രമ്യ, നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ആ കണ്ണുനീര് യേശുവിന്റെ കാൽപാദത്തെ നനയ്ക്കുന്നത് ഞാൻ കാണുന്നു. ഒരു കുഞ്ഞു മോള് കരയുന്നത് ഞാൻ കാണുന്നു. മോളെ, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ തുള്ളി യേശുവിന്റെ കാൽപാദത്തെ നനയ്ക്കുന്നത് ഞാൻ കാണുന്നു. വിനോദ്, നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ആ ഒഴുകി വരുന്ന കണ്ണുനീരിന്റെ തുള്ളികൾ യേശുവിന്റെ കാൽപാദങ്ങളെ നനയ്ക്കുന്നത് ഞാൻ കാണുന്നു. I see a very strong love. അപ്പന്റെ ഒരു സ്നേഹം ഓരോരുത്തരുടെ അടുക്കലേക്കും ഓടി എത്തുന്നത് ഞാൻ കാണുക. റിസീവ്. നീ ചിന്തിക്കുന്ന നിന്റെ കൂടെ ആരുമില്ലെന്ന, നിന്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. അവന്റെ പദ്ധതി ഇല്ലാതെ നീ ഇതിനകത്ത് കയറി വരത്തില്ല.
അവന്റെ പദ്ധതി ഇല്ലാതെ നീ അതിനകത്ത് വരാൻ പറ്റത്തില്ല. ഇന്ന് നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് അവനൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽ ഡൈവേഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ആരോ ഒരു വ്യക്തി ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഇന്ന് പകൽ നിന്നെ കൊണ്ടുവന്നത് അവനാ. ഇന്ന് പകൽ നിന്നെ കൊണ്ടുവന്നത് യേശുവാ. അവനാ നിന്നെ കൊണ്ടുവന്നതുള്ളത്. നിന്റെ കുടുംബ ജീവിതത്തിൽ നടക്കുന്ന മാറ്റം നിമിത്തം നീ തിരിച്ചറിയും. നിന്റെ കുടുംബ ജീവിതത്തിൽ നടക്കുന്ന മാറ്റം നിമിത്തം നീ തിരിച്ചറിയും. ഗായത്രി എന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് ഞാൻ കാണും. കുടുംബജീവിതം സംബന്ധിച്ചുള്ള വ്യക്തി. താങ്ക് യു ജീസസ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. പിതാവേ, ഞാൻ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം വളരെ തിക്കായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മീറ്റിംഗ് നിർത്താൻ തോന്നില്ല. എങ്കിലും സമയം കാരണം ഞാൻ നിർത്തും. താങ്ക് യു ഫോർ യുവർ പ്രസൻസ് ഇൻ ദിസ് പ്ലേസ്. ഇന്ന് പകലപ്പ നീ എന്നോട് നൽകിയ വാഗ്ദത്തം അനുസരിച്ച് നീ എവിടെ വെച്ച് ഞാൻ വിളിച്ചാലും ഞാൻ വരുമെന്ന് പറഞ്ഞ വാഗ്ദത്തം പോലെ തന്നെ ഇന്നും നീ ഇറങ്ങി വന്നതിനാൽ സ്തോത്രം. ഇന്നും നീ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളെ നീ സ്പർശിച്ചിരിക്കുകയാണ് സ്തോത്രം. എനിക്കറിയാം ഇന്ന് പകൽ നീ വലിയവ ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽ എനിക്കറിയാം you have restored many people back to their calling. അവരുടെ വിളിയിലേക്ക് തിരിച്ചു നീ പിടിച്ചു വലിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ വിളിയിൽ നീ അവരെ ഇന്ന് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. I give you all the glory and honor, my Father. I give you all the glory and honor for everything that you have done today. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേ കരേറ്റുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ.